നാണമില്ലേ സുരേന്ദ്ര, ഇങ്ങനെ മണ്ടത്തരം വിളമ്പാൻ. മണ്ടത്തരം എന്നല്ലാതെ എന്താണ് ഇതിനൊക്കെ പറയേണ്ടത്? തലയാടുന്നത് കണ്ട് വാലാടേണ്ടതുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല. കാരണം കേന്ദ്രത്തിൽ BJP അരങ്ങുവാഴുന്നു എന്ന് കരുതി ഇവിടെ കുപ്പായമിട്ട് ഞാൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണെന്നും പറഞ്ഞ് ആളാവാൻ ചെന്നാൽ ഇതേ ജനം കല്ലെടുത്തെറിയും. ലോകസഭയിലേക്ക് തിരുവനന്തപുരത്ത് ശശി തരൂരിനോട് മുട്ടാൻ സുരേന്ദ്രനെ കൊണ്ടുപോലും പറ്റില്ല. കേരളത്തിലെ മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവായിട്ട് പോലും. എന്നിട്ടാണ് തരൂരിനെ വെല്ലുവിളിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു സുരേന്ദ്ര, ഇക്കണ്ട കാലയളവിൽ എവിടേക്കോ മത്സരിച്ചു, എന്നിട്ട് ഒറ്റ സീറ്റെങ്കിലും വിജയിക്കാനോ നേടാനോ ആയിട്ടില്ല. പാർട്ടി തന്ന അലങ്കാര പദവികളല്ലാതെ ജനങ്ങൾ തന്ന പദവികൾ ഒന്നും തന്നെ വഹിക്കാനുള്ള യോഗമോ യോഗ്യതയോ സുരേന്ദ്രനായിട്ടുമില്ല. അതിനുപോലുമുള്ള രാഷ്ട്രീയ വളർച്ചയിലേക്ക് സുരേന്ദ്രൻ എത്തിയിട്ടില്ല എന്നർത്ഥം. എന്നിട്ടാണ് തരൂരിനെ തോൽപ്പിക്കാൻ നരേന്ദ്രമോദിയൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു ലോക്കൽ നേതാവ് മതി എന്ന് പറയുന്നത്. സംഭവം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൽ തന്നോട് മുട്ടാൻ മോദി തന്നെ വന്നാലും ശരി താൻ മലർത്തി അടിക്കുമെന്ന് തരൂർ തുറന്നു പറഞ്ഞിരുന്നു. അതിന് മറുപടിയായിട്ടാണ് തരൂരിനെ തോൽപ്പിക്കാൻ മോദിയൊന്നും വേണ്ട, ഏതെങ്കിലും ലോക്കൽ BJP നേതാവ് മതി എന്ന് സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. ഇനി അതവിടെ ഇരിക്കട്ടെ, സുരേന്ദ്രനിലേക്ക് തന്നെ വരാം. കേരളത്തിലെ BJPയുടെ വലിയ നേതാവാണല്ലോ അദ്ദേഹം. സംസ്ഥാന അധ്യക്ഷ പദവിയൊക്കെ വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് മാത്രം 2009 തൊട്ട് മത്സരം തുടങ്ങി 2021 സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ വരെ മത്സരിച്ചിട്ടും ഒറ്റത്തവണ ജയിക്കാനായില്ല എന്ന് മാത്രമല്ല, 2ാം സ്ഥാനത്തേക്ക് എത്താൻ പോലും സാധിച്ചിട്ടില്ല. മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം തന്നെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യുകയായിരുന്നു ഈ മുറിമൂക്കൻ രാജ്യത്തെ രാജാവ്. ലോകസഭയിലേക്കും നിയമസഭകളിലേക്കും ഒക്കെ ഇക്കാലയളവിൽ അത്രയും സുരേന്ദ്രൻ മത്സരിച്ചിട്ടുണ്ട്. അതും BJP തരംഗം രാജ്യം മുഴുവൻ അലയടിച്ചപ്പോൾ പോലും. പക്ഷേ ജനം തുറച്ചില്ല. എന്നിട്ടാണ് ഈ സുരേന്ദ്രൻ ഇത്രയും വലിയ വിളക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ സുരേന്ദ്രൻ താൻ ശശി തരൂരിനെതിരെ മത്സരിക്കുമെന്നെങ്കിലും പറയണം. മത്സരിക്കാനോ പറ്റുന്നില്ല. അല്ലാതെ ഏതെങ്കിലും ലോക്കൽ നേതാവിലേക്ക് ഒതുക്കി തരൂരിനെ തരം താഴ്ത്തരുത്. കാരണം അദ്ദേഹം ഒരു ദേശീയ നേതാവ് മാത്രമല്ല, ലോക നേതാവ് കൂടിയാണ്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നാട് ചുറ്റി ക്രൈസ്തവ വിഭാഗത്തെയൊക്കെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്ന BJPക്ക് ഇത്തവണ കേരളത്തിൽ ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ തിരുവനന്തപുരം. പക്ഷേ തരൂർ എന്ന നേതാവ് അവിടെ മത്സരിക്കുന്നിടത്തോളം കാലം അവർക്ക് തിരുവനന്തപുരം ഒരു കിട്ടാക്കനി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വമടക്കം തരൂരിനെതിരെ ആരെ മത്സരിക്കുമെന്ന് തലപുകഞ്ഞാലോചിക്കുമ്പോഴാണ് മണ്ടത്തരവും വിളമ്പി സുരേന്ദ്രന്റെ കടന്നുവരവ്. അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് തലയാട്ടുന്നിടത്ത് വാലാട്ടാൻ നിൽക്കേണ്ട എന്ന്.